ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. നമുക്കിവിടെ ഒരു ചക്ക നിൽപ്പുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം പോലെ പഴുത്ത് പോകാതിരിക്കാൻ വേണ്ടി ഞാൻ പച്ചയ്ക്ക് തന്നെ ഇട്ടെടുത്തു. ഒന്ന് തുന്നിച്ച് നോക്കിയപ്പോൾ വിളഞ്ഞതായിരുന്നു. അതൊന്ന് വെട്ടിയെടുക്കുക. പകുതി മറ്റൊരു വീട്ടിലേക്ക് വേവിക്കാൻ കൊടുത്തു. അതാണ്ടേ ഇതൊന്ന് വേവിച്ചെടുക്കണം. വേവിച്ചല്ല, ചക്ക എരിശ്ശേരി വെച്ചില്ല ഈ വർഷം. ബാക്കി എല്ലാം ചെയ്തു. വറുത്തത് തിന്നു, വേവിച്ച് കഴിച്ചു, എല്ലാം കഴിച്ചു. എരിശ്ശേരി വെച്ചില്ല. അതാകുമ്പോൾ ചോറിനൊരു കൂട്ടാൻ കൂടി ആകുമല്ലോ. ചക്ക എരിശ്ശേരി വെക്കുവാൻ വേണ്ടിയിട്ട് ചക്ക ഒന്ന് വെട്ടിയെടുക്കുക. ചക്ക വെട്ടാൻ എനിക്ക് എളുപ്പമാണ് കേട്ടോ. നിമിഷ നേരം കൊണ്ട് ഞാൻ ചക്ക വെട്ടിയെടുക്കും. പിന്നെ നിങ്ങൾ ഓർക്കും എന്നും എനിക്ക് എവിടെ നിന്നാണ് ഈ ചക്കയെന്ന്. ഈ പറമ്പിൽ തന്നെ കിടക്കുന്ന ഒരു മലമണ്ടയാണ് ഞാൻ പറഞ്ഞല്ലോ. ഇവിടെ പ്ലാവും മാവും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം നമ്മുടെ പറമ്പിൽ തന്നെ നിന്നൊരു പ്ലാവിലെ ചക്കയാണ്. കൈയെത്തുന്നിടത്തായിരുന്നു. രാവിലെ ഞാനതിട്ട് വെട്ടുന്നതാണ്. ചക്കയൊന്ന് വെട്ടിയെടുക്കട്ടെ. ചക്ക ഒരുക്കി എടുക്കാൻ എളുപ്പമായിരുന്നു കേട്ടോ. അതാ വലിയ ചകണികളൊക്കെ ആയിരുന്നു അല്ലേ, പെട്ടെന്ന് ഒരുക്കിയെടുക്കാൻ പറ്റി. ഇനി ഇതൊന്ന് അരിഞ്ഞെടുക്കണം. ടേബിളിലൊന്നും ചക്കയരക്കാകാതിരിക്കാനായിട്ടാണ് ഞങ്ങൾ പേപ്പർ വിരിച്ചേക്കുന്നത്. പാട വറക്കണമെന്ന് പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ചക്ക വെട്ടിയപ്പോൾ കുടുംബ വീട്ടിലെ സജി മാമി പാട വറുത്ത് കൊടുത്തു. അവർക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. മക്കൾക്ക് വേണ്ടി പാട വറുത്ത് കൊടുക്കാനായിട്ട് ചക്കയുടെ പാട കൂടി എടുക്കുന്നുണ്ട്. വറക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ചക്കയെല്ലാം ഒരുക്കി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിഞ്ഞെടുത്താൽ മതി. ഞാൻ പറഞ്ഞില്ല, ചക്ക പാട വറുത്ത് കൊടുക്കാമെന്ന് പറഞ്ഞു. അതിനായിട്ട് ചക്ക പാട വറക്കാൻ എടുക്കുന്നത് എൻ്റെ ഒരു സൈഡ്, ഒരല്പം കട്ടിയുള്ള സൈഡൊന്ന് കട്ട് ചെയ്ത് കളയണം. ഇങ്ങനെ ഇവിടെ ആയിട്ട് ഈ സൈഡ് കട്ടിയുണ്ട്. ആ കട്ടിയുള്ള സൈഡൊന്ന് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ശേഷം ഇങ്ങനെ എടുത്ത് ഇതാണ് വറക്കാൻ എടുക്കുന്നത്. ബാക്കി എല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കട്ടെ. ഒന്ന് വറുത്ത് കൊടുക്കണം. സജിമാമി പറ്റിച്ച പണിയാണ്. ഇവർക്ക് അറിയില്ലായിരുന്നു ചക്കപ്പാടയെ കുറിച്ചൊന്നും. മാമി കഴിഞ്ഞ ദിവസം പിള്ളേർക്ക് വറുത്ത് കൊടുത്ത് എനിക്ക് പണിയായി. ചക്കപ്പാട വറുത്തെടുക്കുവാനായി ഒരു ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. കുറച്ച് മതി, കുറച്ച് പാടേ ഉള്ളൂ. അതുകൊണ്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. എണ്ണ വേസ്റ്റ് ആക്കുന്നില്ല. ഇതാ ഇവിടെ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇത്രയും ചക്കപ്പാട എടുത്ത് വെച്ചിട്ടുള്ളൂ വറക്കാനായിട്ട്. ഇട്ട് കൊടുക്കണം. പാട ഇട്ട് കൊടുക്കണം. കുറച്ച് എണ്ണ ഒഴിച്ച് വെക്കുന്നതുകൊണ്ട് കുറച്ച് പാട ഇട്ട് കൊടുക്കണം. ഒരു 2 പ്രാവശ്യമൊക്കെയായിട്ടോ 3 പ്രാവശ്യമൊക്കെയായിട്ടോ വറുത്തെടുത്താൽ മതി. അടിയിൽ ഇനി ഇതൊന്ന് എണ്ണയിലോട്ടിട്ട് കഴിഞ്ഞ് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. എന്നാലേ എല്ലാ സൈഡും ഒരുപോലെ വേകുള്ളൂ. ചക്കയാണെങ്കിലും ഇങ്ങനെ തന്നെയാണ്. ചക്ക ഇട്ട് കഴിഞ്ഞൊരു 1 മിനിറ്റ് കഴിഞ്ഞൊന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. അപ്പോൾ എല്ലാ സൈഡും ഒരുപോലെ വേകും. അതിവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് കോരിയെടുക്കാം. കോരിയെടുത്ത് ബാക്കി കൂടി ഇട്ട് കൊടുത്ത് വറുത്തെടുക്കണം. ഇതിൻ്റെ മൂട്, അതായത് ഇതൊന്ന് കട്ടിയുള്ള ഭാഗം വെന്തിട്ടില്ലെന്ന് തോന്നുന്നു. താണ്ടി ഇവിടെ പാട മുഴുവൻ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഇങ്ങനെ ഉപ്പുപൊടി തൂളിയാണ് കൊടുക്കുന്നത്. അത് ഉടഞ്ഞെടുക്കത്തേ ഉള്ളൂ. ഉപ്പ് പിടിച്ചോളൂ. ഒന്ന് കഴിച്ച് നോക്കാം. ഒന്ന് തിന്ന് നോക്കിയിട്ട് പറയാം. ഫ്ലോപ്പായി. ഇവിടെ വരെ കുഴപ്പമില്ല, മൂത്തു. അതായത് ചക്കയോട് ചേർന്ന് ഇത്രയും ഭാഗം കൂടെ കട്ട് ചെയ്തിട്ട് വേണമായിരുന്നു വറുത്തെടുക്കാനായിട്ട്. ഞാൻ പറയില്ല, ഞാൻ പാട ഞാൻ വറുത്തിട്ടില്ല. ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ അമ്മച്ചിയൊക്കെ വറുത്ത് തരും. ഇത്രയും ഭാഗം കൂടെ കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ സൂപ്പറാണ്. നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. ആ ഭാഗം മൂത്തിട്ടില്ല. ഒന്ന് കടിക്കുമ്പോൾ ഇങ്ങനെ ചളുങ്ങി പോകുന്നു. ഇത്രയും കട്ടിയല്ലേ, ഇവിടെ കട്ടി കുറവല്ലേ, അതുകൊണ്ടാണ്. എന്നാലും ടേസ്റ്റ് പൊളിയാണ്. ഇഷ്ടപ്പെട്ടോ?
ഇച്ചിരി ഒരു ക്രിസ്പിനെസ് കുറവില്ലേ ഒരു സൈഡ് എവിടെ അപ്പം ചക്കയൊക്കെ കിട്ടുവാണെങ്കിൽ നമുക്കൊക്കെ ഒരു ഈവനിങ് സ്നാക്സ് ഒക്കെ ആയിട്ട് ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക. ഈവനിങ് ടൈമിൽ ഒരു കടിഞ്ചായയോ കടിഞ്ഞാപ്പിയോ ഒരു ചായയോ ഒക്കെ വെച്ചിട്ട് ഇതുകൂടി ഇങ്ങനെ വറുത്ത് കൊടുക്കുകയാണെങ്കിൽ സൂപ്പറാണ്. ഇതൊന്ന് ചെയ്ത് നോക്കുക. സൂപ്പറാണ്, ടേസ്റ്റ് സൂപ്പറാണ്. അതുകൊണ്ട് ചക്ക മുഴുവൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മൾ ചക്ക വേവിക്കാൻ അരിയുന്ന പോലെ തന്നെ അരിഞ്ഞാൽ മതി. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. വിറകടുപ്പിലാണ് ഞാൻ ചക്ക എരിശ്ശേരി ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനായിട്ട് ദാണ്ട് ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചക്ക ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. സാധാരണ നമ്മൾ ചക്ക വേവിക്കുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, ഒരു അര ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ചാൽ മതി. എന്നാൽ ചക്ക എരിശ്ശേരിക്കായതുകൊണ്ട് നല്ലതുപോലെ ഒരു ചക്ക ഒന്ന് നികന്ന് നിൽക്കുന്ന രീതിയിൽ ഇതിന് 1 കപ്പ് വെള്ളം ഞാനിവിടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് ഒന്ന് അടച്ച് വെക്കുകയാണ്. ചക്ക ഒന്ന് വേവട്ടെ. ചക്ക വേവുന്ന സമയം കൊണ്ട് ഇതിനുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കണം. വേണ്ട ചക്ക ഇവിടെ നല്ലപോലെ വെന്ത് തിളച്ച് പറ്റാൻ തുടങ്ങി. വെന്തിട്ടുണ്ട് കണ്ടോ, ചക്ക ഇവിടെ വെന്ത് തുടങ്ങി. അരപ്പ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് അരപ്പ് റെഡിയാക്കി എടുക്കാം. ചട്ടിയിലായതുകൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ അടി പിടിക്കുന്നുണ്ടോ അത് ശരിക്കും ഒന്ന് നോക്കി വേണം ഇളക്കാനായിട്ട്. അരപ്പിനായിട്ട് തേങ്ങ 1 മുറിയോളം ഇവിടെ തേങ്ങ എടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, ഉള്ളി, ചെറിയ ജീരകം, വെളുത്തുള്ളി, കാന്താരി മുളക്, 2-3 തണ്ട് കരിയാപ്പില, ഇതെല്ലാം കൂടെ ഒന്ന് അരപ്പരുവത്തിൽ അരച്ചെടുക്കണം. ഒന്ന് ചതച്ചെടുക്കുന്നതിനേക്കാളും ഇച്ചിരി കൂടെ ഒന്ന് അരവ് വരണം. അങ്ങനെ ഒന്ന് അരച്ചെടുക്കണം. അരച്ചെടുത്ത അരപ്പ് ഇവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അരപ്പിട്ട് കൊടുത്ത് ഒന്ന് അടച്ച് വെക്കണം അരപ്പൊന്ന് വേകാനായിട്ട്. ഇവിടെ ചക്ക എരിശ്ശേരി റെഡിയാണ്. അരപ്പൊക്കെ ഇട്ട് ഒന്ന് വെന്ത് കഴിഞ്ഞപ്പോഴത്തേന് ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ. ഇതാണ് ചക്ക എരിശ്ശേരി. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിന് ഒന്ന് കടുക് വറുത്ത് കൊടുക്കണം. കടുക് വറുത്ത് എരിശ്ശേരിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ചക്ക എരിശ്ശേരി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ചോറിനൊക്കെ കൂട്ടാനായിട്ടാണ് ചക്ക എരിശ്ശേരി ഉപയോഗിക്കുന്നത്. നമ്മൾ ചക്ക എരിശ്ശേരി വെക്കാനായിട്ട് വളരെ സിമ്പിളാണ്. ചക്ക വേവിക്കുന്നതിന് പകരം കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് നീട്ടിയെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. കടുകൊന്ന് വറുത്തൊഴിക്കണം, അത്രേ വ്യത്യാസമേ ഉള്ളൂ. എന്തായാലും സ്വാദിഷ്ടമായ ചക്ക എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുതേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. പുതിയ വിശേഷങ്ങളുമായി അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ബൈ.